നമ്മുടെ രാജ്യത്ത് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷമുള്ള 16ാമത് ദേശീയ സെൻസസ് 2027 നമ്മുടെ രാജ്യത്ത് ആരംഭിച്ചിരിക്കുകയാണ്. നമ്മുടെ സംസ്ഥാനത്തെ ജനങ്ങൾക്ക് സ്വയം വിവരങ്ങൾ ഓൺലൈനായി സമർപ്പിക്കാനുള്ള ഒരു അവസരം ഇന്ന് 2026 ജൂൺ 16 മുതൽ ആരംഭിച്ചിട്ടുണ്ട്. ജൂൺ 30 വരെയാണ് ഈ അവസരം ഉള്ളത്. സ്വന്തമായി എങ്ങനെ വിവരങ്ങൾ നൽകാം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ അത് അതുപോലെ ചെയ്താൽ മതി. ഈ സ്വന്തമായിട്ട് കഴിയാത്ത ആളുകൾ വിഷമിക്കേണ്ടതില്ല. എന്യൂമറേറ്റർമാർ, അതായത് സെൻസസ് ഉദ്യോഗസ്ഥർ വീടുകളിൽ സന്ദർശനം നടത്തും. 2026 ജൂലൈ 1 മുതൽ 30 വരെയുള്ള ദിവസങ്ങളിലാണ് ഈ സന്ദർശനം നടത്തുക. ഈ ഒരു സന്ദർശന സമയത്ത് അവർക്ക് വിവരങ്ങൾ നൽകിയാലും മതി. കൃത്യത ഉറപ്പുവരുത്താൻ നമ്മൾക്ക് തന്നെ വിവരങ്ങൾ നൽകാവുന്ന ഒരു സംവിധാനം സെൻസസ് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംവിധാനം വരുന്നത്. സ്വന്തം വിവരങ്ങൾ സ്വമേധയാ സമർപ്പിക്കാനുള്ള ഒരു അവസരമാണ് ഇത്. ഈ ഓൺലൈൻ സമർപ്പണം പരമാവധി ആളുകൾ ഉപയോഗപ്പെടുത്തുക. അപ്പോൾ അത് എങ്ങനെ ചെയ്യണം എന്നുള്ളതാണ് വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്ന മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. രാജ്യത്തെ ജനസംഖ്യാ കണക്കെടുപ്പ് സെൻസസ് 2027 നടപടികളുടെ ഭാഗമായി ആദ്യഘട്ടമായിട്ടാണ് സെൽഫ് എന്യൂമറേഷൻ എന്ന ഒരു ആശയം കൊണ്ടുവരുന്നത്. പൊതുജനങ്ങൾക്ക് തങ്ങളുടെ വീടിന്റെയും കുടുംബത്തിന്റെയും സംബന്ധിച്ച വിവരങ്ങൾ ഔദ്യോഗിക പോർട്ടൽ വഴി സ്വയം ഓൺലൈനായി രേഖപ്പെടുത്താനുള്ള സൗകര്യമാണിത്. ഇന്ന് ജൂൺ 16 മുതൽ ജൂൺ 30 വരെയാണ് പൊതുജനങ്ങൾക്ക് ഇതിനായുള്ള അവസരമുള്ളത്. സെൻസസ് നടപടിക്രമങ്ങൾ കൂടുതൽ വേഗത്തിലാക്കാനും എന്യൂമറേറ്റർമാരുടെ ജോലിഭാരം ലഘൂകരിക്കാനും ശേഖരിക്കുന്ന വിവരങ്ങൾ കൃത്യമാണ് എന്ന് ഉറപ്പുവരുത്താനുമാണ് ഈ സംവിധാനം. വീടുകളുമായി ബന്ധപ്പെട്ട 34 ചോദ്യങ്ങളാണ് ആദ്യഘട്ട ചോദ്യാവലിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇംഗ്ലീഷ് കൂടാതെ മലയാളം ഉൾപ്പെടെയുള്ള 15 ഇന്ത്യൻ ഭാഷകളിലും വിവരങ്ങൾ പോർട്ടലിൽ രേഖപ്പെടുത്താൻ കഴിയും. അപ്പൊ എല്ലാവർക്കും സ്വന്തമായിട്ട് എങ്ങനെയാണ് ഇത് രേഖപ്പെടുത്തേണ്ടത് എന്നാണ് അറിയേണ്ടത്. അതാണ് ഇനി പറയുന്നത്. ഔദ്യോഗിക പോർട്ടലിൽ ലോഗിൻ ചെയ്യുകയാണ് ആദ്യം വേണ്ടത്. പൊതുജനങ്ങൾ ആദ്യം sc.census.gov.in എന്ന ഔദ്യോഗികമായ വെബ്സൈറ്റ് സന്ദർശിക്കുകയും സംസ്ഥാനം തിരഞ്ഞെടുക്കുകയും ചെയ്യുക. കേന്ദ്രഭരണ പ്രദേശമാണ് എങ്കിൽ അത് തിരഞ്ഞെടുത്ത് ക്യാപ്ച കോഡ് എൻ്റർ ചെയ്യണം. അടുത്ത ഘട്ടമായി കുടുംബ രജിസ്ട്രേഷൻ ആണ്. കുടുംബനാഥന്റെ പേര്, 10 അക്കമുള്ള മൊബൈൽ നമ്പർ, ഇമെയിൽ ഐ ഡി നിർബന്ധമില്ല, ഉണ്ട് എങ്കിൽ നൽകുക. ഇവ നൽകി രജിസ്റ്റർ ചെയ്യണം. ഒരു കുടുംബത്തിന് ഒരു മൊബൈൽ നമ്പർ മാത്രമാണ് ഉപയോഗിക്കാൻ സാധിക്കുക. ഒരിക്കൽ രജിസ്റ്റർ ചെയ്ത പേര് പിന്നീട് മാറ്റാനും കഴിയില്ല. അതുകൊണ്ട് തന്നെ കൃത്യമാണ് എന്ന് ഉറപ്പുവരുത്തുക. അടുത്ത ഘട്ടമായി OTP പരിശോധനയും ഭാഷാ തിരഞ്ഞെടുപ്പും. മൊബൈലിൽ ലഭിക്കുന്ന OTP നൽകി ലോഗിൻ പൂർത്തിയാക്കണം. ഈ ഘട്ടത്തിൽ നമുക്ക് ഭാഷ തിരഞ്ഞെടുക്കാം. പിന്നീട് ഭാഷ മാറ്റാൻ സാധിക്കില്ല. അടുത്ത ഘട്ടമായി നമുക്ക് ലൊക്കേഷൻ വിവരങ്ങളാണ് തിരഞ്ഞെടുക്കേണ്ടത്. ജില്ല, പിൻകോഡ്, വില്ലേജ്, ടൗൺ എന്നിവ നൽകിയ ശേഷം കൃത്യമായ താമസ സ്ഥലം മാപ്പിൽ ചുവന്ന ഭാഗം ഉപയോഗിച്ച് സ്ഥിരീകരിക്കണം. അടുത്ത ഘട്ടമാണ് ചോദ്യാവലികൾ പൂരിപ്പിക്കൽ. പോർട്ടലിൽ നൽകിയിട്ടുള്ള ടൂൾ ടിപ്പുകൾ, പതിവ് ചോദ്യങ്ങൾ എന്നിവയുടെ സഹായത്തോടു കൂടി വീടുകളുടെ പട്ടിക തയ്യാറാക്കാനുള്ള 34 ചോദ്യങ്ങൾക്ക് മറുപടി നൽകാം. ഒരേ ലോഗിങ്ങിൽ തന്നെ വീട്ടിലുള്ള എല്ലാവരുടെയും വിവരങ്ങൾ നൽകാൻ സാധിക്കും. പ്രക്രിയ ഇടയ്ക്ക് വെച്ച് നിർത്തേണ്ടി വന്നാൽ ഡ്രാഫ്റ്റായി സേവ് ചെയ്ത് പിന്നീട് പൂർത്തിയാക്കാനും സൗകര്യമുണ്ട്. അവസാന ഘട്ടമാണ് ഫൈനൽ സബ്മിറ്റും SCIDയും. ഇവ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മൾ നൽകിയിട്ടുള്ള വിവരങ്ങൾ കൃത്യമാണ് എന്ന് പ്രിവ്യൂ സ്ക്രീൻ വഴി ഉറപ്പുവരുത്തിയ ശേഷം മാത്രം സബ്മിറ്റ് നൽകാൻ വേണ്ടി ശ്രദ്ധിക്കുക. നൽകിയ വിവരങ്ങൾ തിരുത്താനുള്ള ഓപ്ഷൻ ഇല്ല. എല്ലാ വിവരങ്ങളും വിജയകരമായി സബ്മിറ്റ് ചെയ്തു കഴിഞ്ഞാൽ H ൽ തുടങ്ങുന്ന 11 അക്കമുള്ള SCID നമ്മൾ നൽകിയിട്ടുള്ള മൊബൈൽ നമ്പറിലേക്കും ഇമെയിൽ IDയിലേക്കും ലഭിക്കുന്നതാണ്. അത് നമ്മൾ സൂക്ഷിച്ചു വെക്കുക. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. പിന്നീട് അടുത്ത ഘട്ടമായിട്ട് അത് അടുത്ത മാസം 1-ാം തീയതി മുതലാണ് എന്യൂമറേറ്റർമാർ വീടുകൾ സന്ദർശിക്കും. എന്യൂമറേറ്റർമാർ അഥവാ സെൻസസ് ഉദ്യോഗസ്ഥർ വീടുകൾ സന്ദർശിക്കുമ്പോൾ ഈ SCID അവർക്ക് കൈമാറണം. ഈ ID അവർ നിലവിലുള്ള റെക്കോർഡുമായി പൊരുത്തപ്പെടുന്നുണ്ട് എങ്കിൽ വിവരങ്ങൾ സ്ഥിരീകരിച്ച് സബ്മിറ്റ് ചെയ്യും. പൊരുത്തപ്പെടാത്ത സാഹചര്യത്തിൽ മാത്രം എന്യൂമറേറ്റർമാർ വിവരങ്ങൾ പുതുതായി ശേഖരിക്കും. സെൻസസിന്റെ ഭാഗമായി പൊതുജനങ്ങൾ ഇങ്ങനെ നൽകുന്ന വിവരങ്ങൾ രഹസ്യാത്മക പൂർണ്ണമായും ഉറപ്പാക്കി സുരക്ഷിതമായിട്ടുള്ള സെർവറുകൾ എൻക്രിപ്റ്റ് ചെയ്ത ഫോർമാറ്റിലാണ് ഈ ഡാറ്റകൾ സൂക്ഷിക്കുക.
ഈ വിവരങ്ങൾ മറ്റ് ഏജൻസികൾക്കോ വ്യക്തികൾക്കോ കൈമാറ്റം അനുവദിക്കുന്നതല്ല. അപ്പൊ ഇങ്ങനെ നൽകുന്ന വിവരങ്ങൾ പൂർണ്ണമായും രഹസ്യാത്മക സ്വഭാവത്തോടു കൂടി കൃത്യമായിട്ട് സൂക്ഷിക്കുന്നതാണ്. മറ്റ് സ്വകാര്യ ഏജൻസികൾക്കോ മറ്റ് വ്യക്തികൾക്കോ ഈ വിവരങ്ങൾ ലഭിക്കുകയില്ല, കൈമാറുകയില്ല എന്നുള്ളതും മനസ്സിലാക്കുക. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണമെന്ന് കരുതുന്നു. ഇൻഫർമേഷനുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ദൂരേക്കും ബൈ.